രാവിലെ ഭഗവതർ അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴി കേട്ടോ. കുറെ നാളികേരുണ്ട്, പിന്നെ ഇതാ കുറെ പൂക്കളും ഉണ്ട്. പൂക്കള് പറഞ്ഞ മൊട്ട് നാളേക്കുള്ളത്. നല്ല തിരക്കുണ്ട് അമ്പലത്തില്. മുപ്പട്ട് ചൊവ്വാഴ്ചയല്ലേ, നല്ല തിരക്ക. രാമായണം വായിച്ചിട്ടും ഒക്കെ ആൾക്കാരുണ്ട്. ഇപ്പൊ രാവിലെ ഭഗവതർ അമ്പലത്തിലൊക്കെ പോയി വന്നു. മുപ്പട്ട് ചൊവ്വയല്ലേ. എനിക്ക് പെട്ടെന്ന് വ്യാഴം എന്നാ പറയുക. കാരണം ഞങ്ങളിപ്പോ എല്ലാ വ്യാഴാഴ്ചയും കൃഷ്ണന്റെ അമ്പലത്തിൽ പോവുക. കാരണം ഈ നാവുമ്മൽ എപ്പോഴും വ്യാഴം എന്നാ വരിക. അപ്പൊ ഇന്നും ഞാന് പണി കമ്മിയാക്കി. ഇന്നിപ്പോ തക്കാളി ചോറാണ് ഉണ്ടാക്കണത്. ഒന്നും കൂട്ടാൻ വെച്ചിട്ടില്ല, ചോറ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇന്നലെ മോന് മാത്രമേ ഉണ്ടാക്കിണ്ടായിരുന്നുള്ളൂ തക്കാളി ചോറ്. അതവന് ഇഷ്ടായിട്ടുമില്ല. അപ്പൊ ഇന്നും ഞാൻ വിചാരിച്ചു തക്കാളി ചോറ് ഉണ്ടാക്കാറ്. അപ്പൊ കൂട്ടാൻ വെക്കണ്ടല്ലോ. ഇല്ല. ഇന്നലെ ചോറ് കുറച്ച് വേവധികമായി. അപ്പൊ മോന് ഇഷ്ടായില്ല. തക്കാളി ചോറ് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടാക്കാം. മുട്ടയുണ്ടാവും, പക്ഷെ ഇന്ന് ഞാൻ മുട്ടയൊന്നുമില്ല. കാരണം രാവിലെ അമ്പലത്തിൽ പോയതല്ലേ. ഇനി നാളെ ഒട്ടും പറ്റില്ല. നാളെ ഇപ്പൊ വാവരിക്കലല്ലേ. ഇഞ്ചി പറയാൻ മറന്നുട്ടോ, ഇഞ്ചി വെളുത്തുള്ളി. എങ്ങനെ സൗണ്ട് ചെയ്യാണ്ട് ഇളക്കാന്നിട്ടാ. ഇത് ഭയങ്കര സൗണ്ടാണ് വീഡിയോ കാണുമ്പോഴേ. നമ്മളെ വീഡിയോ നമ്മൾ കാണുമ്പോ തന്നെ അറിയാം നല്ല സൗണ്ടാണ്. ഇതെന്താ അറിയാ, സ്റ്റീലിന്റെ കയ്യിലും അലുമിനിയത്തിന്റെ ചീഞ്ചട്ടിയില്ല, അതാണ് ഇതിങ്ങനെ സൗണ്ട്. ഞാൻ സൗണ്ട് ഇല്ലാണ്ട് ഇളക്കാനൊക്കെ നോക്കണം കേട്ടോ, പക്ഷെ പറ്റുന്നില്ല. മരത്തിന്റെ ചട്ടുകാമ്പ് സൗണ്ട് ഉണ്ടാവില്ല അല്ലെ. എന്നിട്ടാ ഒരു മരത്തിന്റെ ചട്ടുകം വാങ്ങണം. ഇന്നും ഞങ്ങൾ നടക്കാൻ പോയില്ല. നന്ദേട്ടൻ ഞാനും പോണമെന്നൊക്കെ വിചാരിച്ചു നോക്കുമ്പോ നല്ല മഴ. അപ്പൊ പിന്നെ ഞാൻ നന്ദേട്ടനെ വിളിച്ചില്ല. പിന്നെ അതല്ല, 2 ദിവസമായിട്ട് ചെറിയൊരു സൗന്ദര്യം കണക്കം അപ്പൊ നടക്കാനും പോയില്ല. തക്കാളി നല്ല വെയിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പൊ 2 പ്രാവശ്യം ഈ വെയിൽ വരിക, ഞാൻ തുണി എടുത്തിട്ട് അവിടെ കൊണ്ടുവരും കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അപ്പം മഴ വരും. അപ്പൊ അതും കൂടി എടുത്തോണ്ട് അങ്ങനെ എനിക്ക് ഇവിടെ വീട്ടിലെ പണിയെടുക്കാൻ നേരമില്ലാണ്ട് ഇതന്നെ പണി. കൊടന്നിടുമ്പോ വിചാരിക്കും ഇനി മഴ പെയ്താലും വെയിൽ വന്നാലൊന്നും അവിടെ ഇരിക്കൊന്നും ചെയ്യില്ല. പക്ഷെ വെയിൽ വന്ന സമാധാനം ഉണ്ടാവില്ല. അപ്പൊ വീണ്ടും കൊണ്ടിടും. അങ്ങനെ നമുക്ക് വീട്ടിലെ പണിയെടുക്കുമ്പോ ബുദ്ധിമുട്ടാ. പക്ഷെ തുണി ഉണങ്ങാഞ്ഞാൽ പറ്റില്ലല്ലോ. ഇനി പകുതി നനഞ്ഞ തുണിയൊക്കെ ഇട്ടുണ്ടെങ്കിൽ ശരീരത്തിന് കേടാ. തക്കാളി ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ഞങ്ങളുടെ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ തക്കാളി ചോറും പിന്നെ സലാഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തക്കാളി ചോറും സലാഡാണ്. പിന്നെ ഇതാണ് എനിക്ക് അമ്മയ്ക്കും മോനും. പിന്നെ എൻ്റെ നന്ദേട്ടനുള്ള സ്പെഷ്യല് സലാഡ്. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ വിശേഷങ്ങളായിട്ട് നാളെ വരാം. അപ്പൊ ശരി. പിന്നെ വേറൊരു കാര്യം പറയാൻ പറഞ്ഞു കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മോനെ അവിടെ ഒന്ന് ചിരിപ്പിക്കുക. ഓരോന്നും കാണിച്ചു.